ലോകത്ത് പോണായിരിക്കും. അതൊരു കുപ്പി കള്ളു കുടിക്കുന്നതിന് തുല്യാണ്. നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഓരോ ബൈറ്റും ചായ മുക്കി കഴിക്കാൻ. ഞാൻ ആക്ച്വലി ഉദ്ദേശിച്ചത് വെക്കുമ്പോ തന്നെ ആ ചോക്ലേറ്റ് ഇങ്ങനെ അങ്ങോട്ട് വരും. നമ്മള് വേറെ ലോകത്തേക്കൊന്നും പോകത്തില്ല. സർപ്രൈസ് ആർക്കാണ് വേണ്ടത്? ആ തുറന്നോ, കണ്ണു തുറന്നു നോക്ക്. കാണിച്ച എന്തുവന്ന്? ഡാർക്ക് ഫാന്റസി, അതും ബിഗ് ഇത് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ബിഗ് ആയിട്ടുള്ളത്. അല്ല, നിങ്ങൾ ഈ സംഭവം നാട്ടിൽ നിന്ന് കഴിച്ചു വെക്കുന്നല്ലേ? പക്ഷെ ഡാർക്ക് ഫാന്റസിക്ക് തന്നെ നല്ല ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. അതെന്താന്ന് അറിയത്തില്ല. അങ്ങനെ നല്ലൊരു ഇതിന്റെ ഇപ്പൊ പുതിയത് കണ്ടിട്ട് ചോക്കോ നട്ട് വാനില ഫില്ല് എന്ന് പറഞ്ഞു കറുപ്പ് കളറായിട്ടുള്ള ഡാർക്ക് ഫാന്റസിയുടെ വെള്ള ക്രീം ചോക്കോ. എന്നാ ഞാൻ വേറൊരു സാധനം കൂടെ തരാം. ആദ്യം നിനക്കല്ലേ ഇത്തവണ ഷെയറൊക്കെ എടുക്കാം. പാർലേജി. എനിക്ക് പാർലേജി അത്ര ഇഷ്ടമില്ല, അത് വേറൊരു കാര്യം. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് പാർലേജി. ഈ കൊച്ചിനെ ഒരു നിർത്താൻ സമയം കണ്ണും ബ്ലഷും ഒക്കെ ഇട്ടിട്ട് വെച്ചേക്കണം. പക്ഷെ എനിക്ക് അത്ര പാർലേജി അത്ര ഇഷ്ടമല്ല. ഇങ്ങനെ പാലിന്റെ ഒരു പാർലേജി ഇഷ്ടം. പക്ഷെ ഡാർക്ക് ഫാന്റസി എനിക്ക് ഇഷ്ടമാണ്. പാർലേജി ഗ്ലൂക്കോസ് ആൻഡ് മിൽക്ക്. ഗ്ലൂക്കോസ് ആൻഡ് മിൽക്ക് ഒന്നും അല്ല. പാർലേജി എന്ന് പറയുന്ന സാധനം എൻ്റെ ഒക്കെ ചെറുപ്പത്തിൽ തൊട്ട് കഴിക്കുന്ന ഒരു സാധനമാണ്. നൊസ്റ്റാൾജിയ. എന്തേ ഡാർക്ക് ഫാന്റസിക്ക് നൊസ്റ്റാൾജിയ ഒന്നുമില്ല? ഉണ്ട്. നമ്മളെ നാട്ടിൽ നിന്ന് ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ കൊറേ കാലം കഴിച്ചില്ല. അതിനുശേഷം അത് കണ്ടു കഴിയുമ്പോ നിങ്ങൾക്ക് ആ ആഹ വരുന്ന ഫീലിംഗ് ആണ് എനിക്ക് പാർലേജി കാണുമ്പോഴും തോന്നുന്നത്. യെസ്, ഇത് കാണുമ്പോ പാർലേജി കാണുമ്പോൾ പാർലേജിയുടെ പാക്കറ്റ് പൊട്ടിച്ചോണ്ടല്ലോ. ഇതില് 10 ഉണ്ട്. സോ നിങ്ങൾ പേടിക്കണ്ട. ഇതില് ക്വാണ്ടിറ്റി കൂടുതലാണ്. ക്വാണ്ടിറ്റി കൂടുതലാണ്, വിലക്കുറവാണ്. പിന്നെ അതിൽ പാലും ഗ്ലൂക്കോസും ആണോ ഉള്ളത്? വിലക്കുറവ് അല്ല. ഇതില് 199 ആണ്. ഇതിന് 129 ഉള്ളൂ. 199 129 ഉള്ളൂ ഇവിടെ. ആ പാക്കറ്റിന്റെ വലിപ്പോ ചോക്ലേറ്റിനൊക്കെ ചില ചോക്ലേറ്റിനൊക്കെ ഉണ്ടോ ഭയങ്കര ചോക്ലേറ്റിന് നല്ല പൈസ ഉണ്ട്. ചോക്ലേറ്റ് ഫാക്ടറീസ് ഉണ്ട്. അപ്പൊ അതിലൊരു ചോക്ലേറ്റ്, ഈ ചോക്ലേറ്റ് കൊണ്ട് ഞാനാണെങ്കിൽ കുറച്ച് ന്യൂട്രലയും അതെങ്കിൽ മറ്റേ ഫെറോ റോഷറിന്റെ ചോക്ലേറ്റ് ഒക്കെ എടുത്ത് തേച്ചിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അതും ഒടുക്കത്തെ പോപ്പലായി മാറും. ഇപ്പോഴത്തെ സാധനം മാതിരി. എന്റെ മോളെ പാർലേജിക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. അവരുടെ ആ പണ്ട് തുടങ്ങിയ ആ സംഭവം കൊണ്ട് തന്നെ ഇതിന് വേറെ ഒരു ഫ്ലേവേഴ്സ് ഒന്നുമില്ല. പക്ഷെ ഇതിനാണെങ്കിൽ 4 ഫ്ലേവേഴ്സ് ഉണ്ട്. അവരെന്തുകൊണ്ടാ 4 ഫ്ലേവർ ഉള്ള കമ്പനി തുടങ്ങിയത്? അവരുടെ ആദ്യത്തെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അല്ല ആദ്യത്തെ സംഭവം നിലനിൽക്കാതെ വന്നപ്പോ രണ്ടാമത് തുടങ്ങി, പിന്നെ അങ്ങനെ 3. പക്ഷെ പാർലേജിക്ക് അതിന്റെ ആവശ്യമില്ല. അങ്ങനെയല്ല. അത് നമുക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട് വെക്കം വിറ്റ് പോകുന്നോണ്ട് പറയുന്നേക്കാം. വെക്കം വിറ്റ് കൊണ്ടുപോകുന്നോണ്ട് അത് വീണ്ടും ഉണ്ടാക്കി. അല്ലാണ്ട് അല്ല ഇത് എന്തുവാ ഫ്ലേവേഴ്സ് ഒന്നും ഇല്ലാത്തതെന്ന് വെച്ചാണെങ്കിൽ ഇതങ്ങനെ ഭയങ്കരമായിട്ട് സെല്ലായി പോകുന്നില്ല. അതുകൊണ്ടാണെങ്കിൽ അവര് വലിയ പാക്കറ്റ് ആക്കിയിട്ട് ഇങ്ങനെ കൊടുക്കാണ്. എടി ഇതുണ്ടല്ലോ, പാർലേജി എന്ന് പറയുന്നത് പണ്ട് കാലം തൊട്ടുള്ള ഒരു സംഭവമാണ്. അത് സാധാരണക്കാരന്റെ ഒരു ബിസ്ക്കറ്റ് എന്നുള്ള രീതിയിൽ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വിലയിലാണ് അവര് സംഭവം ഉണ്ടാക്കുന്നത്. ഞാൻ പറയട്ടെ, ഇനി ഞാൻ പറയട്ടെ നീ മിണ്ടരുത്. കാരണം നീ തർക്കിച്ചു കഴിഞ്ഞു. എന്റെ തർക്കിച്ചറാണ്. നീ തർക്കിച്ചില്ല. തർക്കിച്ചു. കഥയുണ്ട്. ഇവിടുത്തെ ഇംഗ്ലീഷുകാർക്ക് ഭയങ്കര ടേസ്റ്റ് ആണ് തന്നെ. നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് എന്നാല് മലയാളികളില്ല, അല്ലാണ്ട് ഇംഗ്ലീഷുകാർ തന്നെ. ഒരാളാണെങ്കിൽ ഇങ്ങനെ എടുത്തു. അത് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ അല്ല, ഇതേമാതിരി ഉള്ളിൽ ക്ലിയർ പാക്കറ്റ് ഉണ്ടല്ലോ ഓരോ ഇതായിട്ടുള്ള, അതുണ്ടായിരുന്നു. ലാസ്റ്റത്തെ പീസ് അടിയിലിരിക്കായിരുന്നു. അപ്പൊ 2 പീസ് ഉണ്ടായിരുന്നു. അതില് ഒരെണ്ണം ഇങ്ങനെ കൊടുത്തു. അത് കഴിഞ്ഞപ്പോ ലാസ്റ്റ് പീസ് ഒറ്റനോട് നിൽക്കുക, ഇങ്ങോട്ട് തരാൻ പറഞ്ഞു. എന്താ എന്റെ കയ്യിലുള്ളതെന്ന് വെച്ചു. അത് കഴിഞ്ഞ് ഇങ്ങനെ കഴിച്ചിട്ട് അത് മുഴുവൻ വായിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ക്രീം വെച്ച മാതിരി എന്ന് ഞങ്ങൾക്ക് ഒട്ടും ഇഷ്ടമാണ്. ഇത് ചോക്ലേറ്റ് ക്രീം തേച്ചതിനെ കൊണ്ട് ഇത്ര ടേസ്റ്റ് ആണെന്ന് കഴിക്കാൻ.
എന്തൊരു ആക്ഷൻ ആയിരുന്നു കാണിച്ചത്. ഇങ്ങനെ കഴിക്കുന്നു അങ്ങനെ കഴിക്കുന്നു. എനിക്ക് വയ്യ. ലാസ്റ്റ് പീസ് പാർലേജിക്ക് വരെ ഇങ്ങനെ ഒന്ന് കാണിക്കുന്നത്. ഇവിടെ ആണെങ്കിൽ ഒരു പാക്കറ്റ് മുഴുവൻ ഉണ്ടാക്കുമ്പോൾ കഴിക്കത്തില്ലാത്ത ആൾക്കാരാണ്. നിനക്ക് അതാണ് പാർലേജി നല്ല ടേസ്റ്റ് ഉള്ള സംഭവമാണ്. സത്യം പറഞ്ഞാൽ പാലിന്റെ ഒരു ചവയാണ്. പിന്നെ എനിക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷെ ഡാർക്ക് ഫാന്റസി ഇസ് ദ ബെസ്റ്റ്. അതെ, അത് നല്ലതാണ്. നമ്മൾ സൈസിലാണ് നോക്കേണ്ടത്, നമ്മൾ ടേസ്റ്റ് ആണ് നോക്കേണ്ടത്. നമ്മൾ ബ്യൂട്ടി ഇത് രണ്ടും വെച്ചിട്ടാണെങ്കിൽ മറ്റേ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ബുക്കിന്റെ പുറം കവർ വെച്ചല്ല. അല്ല, അത് മാറ്റാൻ പാടില്ല. ഇതും നമ്മൾ നോക്കാം. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ പാർലേജിക്ക് ആയിരിക്കും കൂടുതൽ ഇത് പോകാറുള്ളത്. പക്ഷെ നമ്മൾ നേരെ തിരിച്ചെടുത്തിരിക്കുന്നു. അമ്മനെ മധുരമുള്ള ഓൾഡ് ചില ആൾക്കാർക്ക് ഇങ്ങനെ വീണ്ടും കഴിക്കാനുള്ള ഒരു വീണ്ടും ഉണ്ടാവും. ആ ത്വര എനിക്ക് ത്വര ആ ത്വര ഉണ്ടായിട്ട് അവര് വീണ്ടും ഇങ്ങനെ വെച്ചേക്കണത്. പക്ഷെ ഇപ്പൊ നമ്മള് തുറന്നു കഴിഞ്ഞാല് ഇതിൽ എത്ര പീസുകൾ പൊട്ടിയിട്ടുണ്ടാവും. ഇത് പൊട്ടിയിട്ടുണ്ടാവൂല. ഇത് സർക്കിൾ ഐ മീൻ സർക്കിൾ ഷേപ്പ്. മോള് മാത്രം ഇങ്ങനൊരു പഫ്നെസ്. അത് കടിച്ചു കഴിയുമ്പോ ആ ഒരു ക്രഞ്ചിനെസ്. അതിലെ ബിസ്ക്കറ്റിന്റെ ക്രംസ് എല്ലാം പൊട്ടുന്നു. അത് നമ്മൾ കടിച്ചു കഴിയുമ്പോ ചവയ്ക്കുമ്പോ ആ ചോക്ലേറ്റ് എല്ലാം കൂടി ഇങ്ങനെ വായിലിട്ട് ഇങ്ങനെ ഒഴുകണ്. ആ പാർലേജി ഒരെണ്ണിങ്ങനെ എടുക്കുക, എന്നിട്ട് ഇതാ ഒരു ഗ്ലാസ് ചായയിൽ അങ്ങ് മുക്കിയിട്ട് വായിൽ വെച്ച് കഴിയാണ്ടല്ലോ. എന്റെ മോളെ ചുറ്റും നടക്കണേ ഒന്നും കാണത്തില്ല. ഒന്നും കാണത്തില്ല. പക്ഷെ ഇത് കഴിച്ചാൽ എനർജി കിട്ടും. അപ്പൊ നമ്മള് കാര്യം മനസ്സിലാക്കി. ഒരു പാർലേജിയുടെ ഒരു പീസ് നമ്മള് ചായയിൽ മുക്കി കഴിക്കുന്ന തുല്യമാണ് നമ്മൾ ഒരു കുപ്പി കള്ളു കുടിക്കുന്നത്. അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെയല്ല, കള്ളു കുടിക്കുന്ന പോലെയല്ല. നമ്മളിങ്ങനെ ഭയങ്കര മാസ്മരിക ലോകത്തേക്ക് പോകും. ഓടെ വന്ന അങ്ങനെയൊന്നും അല്ല. നിങ്ങൾ തന്നെ പറഞ്ഞു നമ്മള് ഞാൻ ആക്ച്വലി ഉദ്ദേശിച്ചത് മറ്റേ തട്ടത്തിന്മറയത്ത് എന്ന് പറഞ്ഞ ഒരു സിനിമയില് മറ്റേ നിവിൻ പോളി ഒരു ഡയലോഗ് പറയുന്നുണ്ട്. ആ പെണ്ണിന്റെ ഏതോ ഒരു ഡയലോഗ് ഇവിടെ ആക്ച്വലി ഞാൻ ആ ഡയലോഗ് വേണ്ട, അത് തിരിച്ചെടുത്താ മതി. വേണ്ട, അതിവിടെ ഏറ്റില്ല. ഏറ്റില്ലേലും കുഴപ്പമില്ല. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പാർലേജി നല്ലത്. എനിക്ക് അതേ ഇഷ്ടമുള്ളൂ. കള്ളുടിച്ച് നമ്മള് വിസ്മയ ലോകത്തേക്ക് പോണെങ്കിൽ ഇത് കഴിക്കുക. അത് ചായയില് മുക്കി കഴിക്കണം. ചായയില് മുക്കിട്ട് കഴിക്കണം. നമ്മള് വിസ്മയ ലോകത്ത് എത്തിയിരിക്കുന്നു. എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. സെറ്റ്. എല്ലാരും പാർലേജിക്ക് വേണ്ടിട്ട് ഇതാക്കുക. പക്ഷെ എന്നാലും നമ്മളിവിടെ നിൽക്കത്തുള്ളൂ. അങ്ങനെ നമ്മുടെ ഡാർക്ക് ഫാന്റസി ജയിച്ചിരിക്കുന്നു. പാർലേജി ഇപ്പോഴും താഴെ തന്നെ ഇരിക്കുകയാണ്. നമ്മള് വിസ്മയ ലോകത്ത് പോകാൻ വേണ്ടിട്ട്. എന്ത് പറഞ്ഞാലും എനിക്ക് പാർലേജി ഇഷ്ടം. പാർലേജി ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. പക്ഷെ പാർലേജി ഇഷ്ടമുള്ള പാർലേജി കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം ഓർക്കണം. പാർലേജി നമ്മൾ ചായ മുക്കി കഴിക്കുമ്പോ നമ്മൾ വിസ്മയ ലോകത്ത് പോകണമായിരിക്കും. അതൊരു കുപ്പി കള്ളു കുടിക്കുന്നതിന് തുല്യമാണ്. നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഓരോ ബൈറ്റും ചായ മുക്കി കഴിക്കാൻ. കാപ്പിയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അപ്പം മറ്റേ ഡാർക്ക് ഫാന്റസി ചായയും ഒക്കെ ഉണ്ട്. കാരണം നമ്മള് വായി വെക്കുമ്പോ തന്നെ ആ ചോക്ലേറ്റ് ഇങ്ങനെ അങ്ങോട്ട് വരും. നമ്മള് വേറെ ലോകത്തേക്കൊന്നും പോകത്തില്ല കേട്ടോ. നമ്മൾ ഈ ലോകത്ത് വന്ന് നമുക്ക് എനർജി കിട്ടും. ഒരു സുഖം കിട്ടും. ആ നമ്മുടെ ഡാർക്ക് ഫാന്റസി രാവിലെ എടുത്ത് വെറും വയറ്റി കഴിക്കാൻ നല്ല ചായ കുടിച്ച് വെറുതെ നമ്മൾ കഴിച്ച് കഴിയുമ്പോ നമ്മുടെ ആ ഒരു ഡേ ഒരു എനർജി വണ്ടർഫുൾ ഡേ ആക്കാൻ. പിന്നെ ചോറുണ്ടെന്ന് പോലും ഡാർക്ക് ഫാന്റസി കഴിച്ചാൽ മതി. അത് കഴിക്കണം എന്നുണ്ട്.